കേരള സർവകലാശാലയിൽ VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെ SFI പ്രവർത്തകർ തടയുന്നു. ഔദ്യോഗിക വാഹനം പ്രവർത്തകർ വളഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ പോലീസ് എത്തി പ്രവർത്തകരെ നീക്കം ചെയ്യുന്നുണ്ട്. ഉമേഷ്, പോലീസ് എത്താൻ വൈകിയോ? ഇപ്പോൾ പ്രവർത്തകരെ നീക്കുകയാണോ? എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, പോലീസ് ഈ ഭാഗത്തേക്ക്, അതായത് മറ്റൊരു വഴിയിൽ കൂടി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടെ ആ ഭാഗത്തേക്ക് ഓടിയെത്തിയ SFI പ്രവർത്തകർ, SFI സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദ് അടക്കമുള്ള SFI പ്രവർത്തകരാണ് ഇപ്പോൾ VCയുടെ ഔദ്യോഗികക്കാർ തടഞ്ഞു നിർത്തിക്കൊണ്ട് VC പുറത്തിറങ്ങൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇപ്പോൾ VCയെ തടഞ്ഞു നിന്ന് പ്രതിഷേധിക്കുന്നത്. പോലീസ് ബലം സർവകലാശാലയുടെ വണ്ടിയാണ്, അല്ലാതെ VCയുടെ വണ്ടിയല്ല. സംരക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞവരുണ്ട്. ഗവർണറുണ്ട്. എവിടെ ഗവർണർ? NDA പേടിച്ചോ? തിരുവനന്തപുരത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, കേരള സർവകലാശാല VC SFI പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞു. ഔദ്യോഗിക വാഹനത്തിന് ചുറ്റും പ്രവർത്തകർ നിൽക്കുകയാണ് ഇപ്പോഴും. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോലീസ് എത്തി പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബലം പ്രയോഗിച്ച് SFI പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ആ നിലയിൽ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. VCയെ തടഞ്ഞ് VCയോട് പ്രവർത്തകർ ചോദിക്കുന്നത്, താങ്കളെ രക്ഷിക്കാൻ വരുന്ന RSSകാരെവിടെ, ഗവർണർ എവിടെ, RSSകാരെവിടെ, ഗവർണർ എവിടെ എന്നാണ് VCയോട് SFIയുടെ സംസ്ഥാന നേതാക്കളടക്കം ചോദിക്കുന്നത്. അവർ വാഹനത്തിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. ജാതി അധിക്ഷേപം ഉൾപ്പെടെ ഇന്ന് സെനറ്റ് യോഗത്തിൽ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ച ആണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രതിഷേധവും. ഉമേഷ്, കേൾക്കാമെങ്കിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബലപ്രയോഗത്തിലൂടെ നീക്കാനാണോ ശ്രമിക്കുന്നത്? അതിന് പ്രവർത്തകർ വഴങ്ങുന്നില്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും അതിശക്തമായി തന്നെ SFI പ്രവർത്തകർ ഇവിടെ തമ്പടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. എങ്കിലും പോലീസ് ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് തന്നെ മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ SFI പ്രവർത്തകർ വഴങ്ങുന്നില്ല. ശക്തമായ ഒന്നും തള്ളും ഇപ്പോൾ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ നടക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SFI നേതാക്കളടക്കമുള്ളവർ തന്നെയാണ് SFI പ്രവർത്തകരും പോലീസുകാരും തമ്മിൽ ശക്തമായ ഒരു ഉന്തും തള്ളും നടക്കുന്നു. ഈ വാഹനം ഒരു കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ നാടകീയ രംഗങ്ങളാണ്. SFI പ്രവർത്തകർ VCയുടെ വാഹനം തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. കൂടുതൽ SFI പ്രവർത്തകർ, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ അവിടേക്ക് എത്തുകയാണ്. ഏതാണ്ട് ഒരു സംഘർഷ സമാന സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് മിനിറ്റുകളായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. VCയുടെ വാഹനം നിശ്ചലമായിരിക്കുകയാണ്. താങ്കളെ രക്ഷിക്കാൻ വരുന്ന RSSകാരെവിടെ, ഗവർണർ എവിടെ എന്നാണ് SFI നേതാക്കൾ VCയോട് ചോദിക്കുന്നത്. VCയുടെ വാഹനത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. പോലീസ് അവിടെയുണ്ട്. പക്ഷേ പ്രവർത്തകരെ മാറ്റി ആ വാഹനം കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കാൻ പോലീസിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൂട്ടമായി പ്രവർത്തകർ ആ വാഹനത്തിന് ചുറ്റും ഇപ്പോൾ അണിനിരക്കുകയാണ് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട്. ഉമേഷ്, കേൾക്കാമോ? എനിക്ക് തോന്നുന്നു കൂടുതൽ പോലീസ് അവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തവുമുണ്ട്. അവരെ മാറ്റി വാഹനത്തിന് കടന്നു പോകാൻ വഴിയൊരുക്കാൻ കഴിയുന്നുണ്ടോ പോലീസിന്? വിജയകുമാർ, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ SFI പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന കുറച്ച് പ്രവർത്തകരെ മാത്രമാണ് ഒഴിവാക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗത്തിൽ തന്നെയാണ്. ഒരു ഏറ്റവും പിറകിൽ നിൽക്കുന്ന കുറച്ച് SFI പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവർ വീണ്ടും തിരിച്ചെത്തുന്ന കാഴ്ചയാണ്. SFI സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദ് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രതിഷേധം നിയന്ത്രിക്കുന്നുണ്ട്, നേതൃത്വം നൽകുന്നുണ്ട്. ശിവപ്രസാദിനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ശിവപ്രസാദ് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് VCയോട് ഇറങ്ങും, VC പുറത്ത് എന്ന് ആക്രോശിച്ചുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും VCയുടെ വാഹനം ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളമായി ഈ വാഹനം ഇവിടെ തന്നെ അടങ്ങാൻ കഴിയാതെ, ഇവിടെ നിന്ന് നീക്കാൻ കഴിയാതെ SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ, SFI പ്രവർത്തകരുടെ തടഞ്ഞിട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ
വാഹനം മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത് പോലീസ് അതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ വീണ്ടും അതിന് മുന്നിലേക്ക്, ആ കാറിന് മുന്നിലേക്ക് നിൽക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിഷ്ണു 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 ജിഷ്ണു ജിഷ്ണു അവിടെ വായിക്കോ. പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ബലം പ്രയോഗിച്ച് SFI പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം വിജയിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു 10-15 മിനിറ്റായി ആ വാഹനം അവിടെ തന്നെ കിടക്കുകയാണ്. ഇത് സർവകലാശാലയുടെ വാഹനമാണ്, VCയുടെ വാഹനമല്ല എന്ന് SFI പ്രവർത്തകർ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പോലീസ് അവിടെ നിന്ന് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും കൂടുതൽ പ്രവർത്തകർ വേറൊരു ഭാഗത്തുകൂടി വാഹനത്തിന് മുന്നിൽ എത്തുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും ആ വാഹനത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. വാഹനം പോലീസ് അത് കടത്തിവിടാനുള്ള ശ്രമം ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ കാര്യമായ പുരോഗതി അതിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. വാഹനങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഭാഗികമായിട്ടെങ്കിലും വാഹനം സാവധാനം നീങ്ങുന്നുണ്ട് മുന്നോട്ട്. പക്ഷേ അപ്പോഴും SFIയുടെ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. വാഹനം കടന്നു പോകുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. പോലീസിന്റെ അകമ്പടിയോടെ ആ വാഹനം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം VCയുടെ ഔദ്യോഗിക വാഹനം അവിടെ സർവകലാശാലയുടെ ക്യാമ്പസിനകത്ത് തന്നെ കുടുങ്ങി. വീണ്ടും പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അവിടെ വീണ്ടും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനം അവിടെ വീണ്ടും നിൽക്കുന്നതാണ്. പോലീസ് ആ വാഹനത്തിന് ചുറ്റും ഉണ്ട്. VCക്ക് അകമ്പടി എന്ന വണ്ണം അവിടെ SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വീണ്ടും വാഹനത്തിന് മുന്നിലേക്ക് തന്നെ നീങ്ങുകയാണ്. VCക്കെതിരെ വലിയ പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വീണ്ടും വാഹനം അവിടെ തടഞ്ഞിരിക്കുകയാണ്. സർവകലാശാല ക്യാമ്പസിൽ വാഹനം വീണ്ടും അവിടെ തടഞ്ഞു. SFI പ്രവർത്തകർ തടഞ്ഞു. പോലീസ് വീണ്ടും എത്തി പ്രവർത്തകരെ മാറ്റുന്നു. അത്യന്തം നാടകീയ സാഹചര്യം, നാടകീയ സംഭവങ്ങളിലൂടെയാണ് സർവകലാശാല ക്യാമ്പസ്, കേരള സർവകലാശാല ക്യാമ്പസ് കടന്നു പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.